നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായൊരു സാമ്രാജ്യത്തെക്കുറിച്ചാണ്, റോമൻ സാമ്രാജ്യം. നിയമം, വാസ്തുവിദ്യ, ഭാഷ, അങ്ങനെ പല കാര്യങ്ങളിലും ഇന്നും നമ്മൾ റോമിന്റെ സ്വാധീനം കാണുന്നുണ്ട്, അല്ലേ? അപ്പോ എങ്ങനെയാണ് ഒരു ചെറിയ നഗരത്തിൽ നിന്ന് തുടങ്ങി 3 ഭൂഖണ്ഡങ്ങളിലായി പടർന്നു പന്തലിച്ച ഒരു മഹാസാമ്രാജ്യമായി റോം മാറിയത്? നമുക്കിന്ന് അതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്ന് നോക്കാം, അല്ലേ? ആദ്യം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ആരാണ് ശരിക്കും ഈ സാമ്രാജ്യം ഭരിച്ചിരുന്നത് എന്ന് നോക്കും. അതിനുശേഷം സമാധാനത്തിന്റെ ഒരു നല്ല കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് റോം ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയതെന്ന് പഠിക്കും. പിന്നെ സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചും ഒടുവിൽ ഈ മഹാസാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു സാമ്രാജ്യത്തിന്റെ വ്യാപ്തി. നമ്മൾ റോം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരുപക്ഷെ ഇറ്റലിയിലൊരു നഗരമായിരിക്കും. പക്ഷേ അതൊരു മഹാസാമ്രാജ്യമായിരുന്നു. അതിന്റെ അതിരുകൾ എവിടെ വരെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഭൂപടം ഒന്ന് നോക്കൂ. റോമൻ സാമ്രാജ്യം വെറും യൂറോപ്പിൽ ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. അത് പടിഞ്ഞാറൻ ഏഷ്യയുടെ ഭാഗങ്ങൾ മുതൽ വടക്കൻ ആഫ്രിക്കയുടെ തീരങ്ങൾ വരെ, അതായത് 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഒരു സൂപ്പർ പവറായിരുന്നു. ഈ സാമ്രാജ്യത്തിന് പ്രകൃതി തന്നെ ഒരു സംരക്ഷണ കവചം തീർത്തിരുന്നു. വടക്ക് റൈൻ, ഡാന്യൂബ് പോലുള്ള വലിയ നദികൾ, തെക്ക് നോക്കിയാലോ അങ്ങ് സഹാറ മരുഭൂമി. ഇതൊക്കെ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കടന്നുവരാൻ പറ്റാത്ത വലിയ തടസ്സങ്ങളായിരുന്നു. അതുകൊണ്ടുതന്നെ സാമ്രാജ്യത്തിനകത്ത് സമാധാനം നിലനിർത്താൻ ഇത് ഒരുപാട് സഹായിച്ചു. ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഡിറ്ററേനിയൻ കടലിനെ അവരൊരു അതിർത്തിയായിട്ടല്ല കണ്ടത്. മറിച്ച് ഈ വിശാലമായ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയായിട്ടാണ്. കച്ചവടത്തിനും സൈന്യത്തെ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് വളരെ വേഗത്തിലെത്തിക്കാനുമൊക്കെ ഈ കടലവരെ സഹായിച്ചു. അതുകൊണ്ടാണിതിനെ റോമിന്റെ ഹൃദയം എന്ന് വിളിക്കുന്നത്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അധികാരത്തിന്റെ 3 തൂണുകൾ. ഇത്രയും വലിയൊരു സാമ്രാജ്യം എങ്ങനെയാണ് ഭരിക്കപ്പെട്ടത്? ആരായിരുന്നു യഥാർത്ഥത്തിൽ റോം ഭരിച്ചിരുന്നത്? ചക്രവർത്തിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിഞ്ഞിരുന്നോ, അതോ വേറെ ആർക്കെങ്കിലും ശക്തിയുണ്ടായിരുന്നോ? നമുക്ക് നോക്കാം. റോമൻ രാഷ്ട്രീയ അധികാരത്തിന് പ്രധാനമായും 3 തൂണുകളാണുണ്ടായിരുന്നത്. 1. പരമാധികാരിയായ ചക്രവർത്തി. 2. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഒരു സഭ, അതായത് സെനറ്റ്. പിന്നെ മൂന്നാമത്തേത് അതിശക്തമായ സൈന്യം. ഈ 3 ശക്തികളും തമ്മിലുള്ള ഒരു വടംവലിയാണ് സത്യത്തിൽ റോമിന്റെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെയാണ് ശരിക്കുമുള്ള ഒരു പവർ ഗെയിം നടക്കുന്നത്. ചക്രവർത്തിക്ക് പൂർണ്ണ അധികാരം വേണം. എന്നാൽ നൂറ്റാണ്ടുകളായി റോം ഭരിച്ചിരുന്ന സെനറ്റിലെ പ്രഭുക്കന്മാർക്ക് അവരുടെ അധികാരം വിട്ടുകൊടുക്കാൻ ഒരു താൽപ്പര്യവുമില്ലായിരുന്നു. ഇത് പലപ്പോഴും ചക്രവർത്തിയും സെനറ്റും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു. സൈന്യത്തിന്റെ പങ്ക് എത്ര വലുതായിരുന്നുവെന്ന് ഈയൊരു പോയിന്റ് കേട്ടാൽ മനസ്സിലാകും. അവർ വെറും അതിർത്തി കാക്കുന്ന പട്ടാളക്കാരായിരുന്നില്ല, അവർ കിങ് മേക്കേഴ്സ് ആയിരുന്നു. അതായത് രാജാക്കന്മാരെ വാഴിക്കുന്നവരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ താഴെ ഇറക്കുന്നവരും. ഒരു ചക്രവർത്തിക്ക് സൈന്യത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പിന്നെ അധികകാലം ആ കസേരയിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇനി 3-ാം ഭാഗം. റോമിന്റെ ചരിത്രം എപ്പോഴും ഒരുപോലെ സമാധാനപരമായിരുന്നില്ല. ഒരു സുവർണ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും വലിയ പ്രതിസന്ധികളിലേക്കും ഈ സാമ്രാജ്യം കൂപ്പുകുത്തിയത് എന്ന് നമുക്ക് ഈ ടൈംലൈനിലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ടൈംലൈൻ ഒന്ന് നോക്കൂ. ആദ്യത്തെ 2 നൂറ്റാണ്ടുകളോളം പാക്സ് റൊമാന, അതായത് റോമൻ സമാധാനം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. എവിടെയും സമാധാനവും സമൃദ്ധിയും. എന്നാൽ 3-ാം നൂറ്റാണ്ടെത്തിയപ്പോഴേക്കും കാര്യങ്ങൾ മാറി. ആഭ്യന്തര യുദ്ധങ്ങൾ, പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ, പിന്നെ പകർച്ചവ്യാധികൾ എല്ലാം കൂടെ സാമ്രാജ്യത്തെ തകർത്തു. പിന്നീട് 4-ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ, കോൺസ്റ്റന്റൈൻ പോലുള്ള ശക്തരായ ചക്രവർത്തിമാർ ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് സാമ്രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. 4-ാം ഭാഗം. സാമ്രാജ്യത്തിലെ ജീവിതം. ഈ ചക്രവർത്തിമാരുടെയും വലിയ യുദ്ധങ്ങളുടെയും കഥകൾക്കപ്പുറം ഒരു സാധാരണ റോമൻ പൗരന്റെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? അവരുടെ കുടുംബം, സമൂഹം, സാമ്പത്തിക കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. നമ്മളിന്ന് കാണുന്ന പോലത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി, അതായത് അണുകുടുംബം എന്ന ആശയം അക്കാലത്ത് റോമൻ സമൂഹത്തിൽ സാധാരണമായിരുന്നു. അച്ഛൻ, അമ്മ, മക്കൾ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് സ്വന്തമായി സ്വത്ത് കൈവശം വയ്ക്കാൻ അവകാശമുണ്ടായിരുന്നു എന്നതാണ്. ഇത് അക്കാലത്തെ മറ്റു പല സമൂഹങ്ങളിലും ഇല്ലാത്ത ഒന്നായിരുന്നു കേട്ടോ. ഈ ഒരൊറ്റ വാചകം മതി റോമൻ സമൂഹത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു സത്യം മനസ്സിലാക്കാൻ. അടിമകളെ മനുഷ്യരായിട്ടല്ല, മറിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപമായിട്ടാണ് അവർ കണ്ടിരുന്നത്. റോമൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഈ അടിമത്വമായിരുന്നു.
ഖനികളിലും വലിയ കൃഷിയിടങ്ങളിലും വീടുകളിലുമെല്ലാം ലക്ഷക്കണക്കിന് അടിമകളാണ് ദുരിതജീവിതം നയിച്ചിരുന്നത്. ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ ഈ 3 സാധനങ്ങളുടെ വൻതോതിലുള്ള കച്ചവടമാണ് റോമൻ സമ്പദ്വ്യവസ്ഥയുടെ എഞ്ചിൻ എന്ന് പറയാം. ഗോതമ്പ് പ്രധാന ഭക്ഷണമായിരുന്നു. വീഞ്ഞും ഒലിവെണ്ണയും ഭക്ഷണത്തിനും മരുന്നിനും എന്തിന് വിളക്ക് കത്തിക്കാൻ വരെ ഉപയോഗിച്ചിരുന്നു. ഇത്രയും വലിയൊരു സാമ്പത്തിക വ്യവസ്ഥയെ അവർ നിയന്ത്രിച്ചത് വളരെ ചിട്ടയായ ഒരു നാണയ സംവിധാനത്തിലൂടെയായിരുന്നു. വലിയ ഇടപാടുകൾക്ക് സ്വർണം കൊണ്ടുള്ള സോളിഡസ് നാണയങ്ങൾ, സാധാരണക്കാരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളി കൊണ്ടുള്ള ദിനാറിയസ്, വളരെ കൃത്യമായൊരു സിസ്റ്റം. ഈ ഭീമമായ സമ്പത്താണ് നമ്മൾ ഇന്നും അത്ഭുതത്തോടെ നോക്കുന്ന റോമിനെ നിർമ്മിച്ചത്. കൊളോസിയം, പിന്നെ കിലോമീറ്ററുകളോളം ദൂരേക്ക് വെള്ളമെത്തിക്കുന്ന അക്യുഡക്റ്റുകൾ, ഇതുപോലുള്ള അവിശ്വസനീയമായ നിർമ്മിതികൾക്ക് പണം നൽകിയത് ഈ സാമ്പത്തിക ശക്തിയാണ്. 2000 വർഷങ്ങൾക്കിപ്പുറവും അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ തെളിവായി ആ നിർമ്മിതികൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ശരി, നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരു പുതിയ വിശ്വാസം, ഒരു സാമ്രാജ്യത്തിന്റെ പതനം. എല്ലാ സാമ്രാജ്യങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്, അല്ലേ? റോമിന്റെ പടിഞ്ഞാറൻ ഭാഗം എങ്ങനെയാണ് തകർന്നതെന്ന് നമുക്ക് നോക്കാം. 4-ാം നൂറ്റാണ്ട്, ഇതാണ് എല്ലാം മാറ്റിമറിച്ച ആ കാലഘട്ടം. അതുവരെ റോമൻ ദേവന്മാരെ ആരാധിച്ചിരുന്ന സാമ്രാജ്യത്തില് ക്രിസ്തുമതം എന്നൊരു പുതിയ വിശ്വാസം പടർന്നുപിടിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടെ അത് സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി മാറുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ഇത് റോമൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട നിർണായകമായ ഒരു കാര്യമുണ്ട്. റോം പൂർണ്ണമായും ഇല്ലാതായില്ല. സാമ്രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. അതിൽ പടിഞ്ഞാറൻ ഭാഗം 5-ാം നൂറ്റാണ്ടിൽ തകർന്നു. എന്നാൽ കിഴക്കൻ ഭാഗം ബൈസന്റൈൻ സാമ്രാജ്യം എന്ന പേരിൽ മറ്റൊരു 1000 വർഷത്തോളം ശക്തമായി നിലനിന്നു. ഇത് നമ്മളെ ഒരു അവസാന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു സാമ്രാജ്യം തകരുമ്പോൾ ശരിക്കും എന്താണ് ബാക്കിയാവുന്നത്? തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ മാത്രമാണോ? അല്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നിയമങ്ങളിലും പല ഭാഷകളിലും കെട്ടിട നിർമ്മാണ രീതികളിലുമെല്ലാം റോമിന്റെ പാരമ്പര്യം ഇന്നും ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, റോം ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്.